കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ മൂന്നാമത്തെ ഫ്രീ ക്ലാസ്സാണ് ഇന്നത്തെ ഫ്രീ ക്ലാസ്സിൽ നിങ്ങൾക്ക് നെക്കിൻ്റെ പീസ് എടുക്കുന്നതാണ് കാണിക്കുന്നത്. കഫ്താൻ മാക്സിൻ്റെ നെക്കിലേക്ക് ഒരു പീസ് എടുക്കാനുണ്ട്. ഫ്രണ്ടും ബാക്കും ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ആ പീസ് എടുക്കാൻ നമ്മൾ നമ്മുടെ കഫ്താൻ മാക്സിയുടെ തുണിയുടെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ പീസ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിലേക്ക് വൈറ്റായിട്ട് ഓപ്പോസിറ്റ് കളറായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ നൈറ്റി പീസിനെ മടക്കിയിട്ട് നെക്കിൻ്റെ ഭാഗം മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് കറക്റ്റ് അളവിൽ മടക്കിയിട്ട് വെക്കണം. നൈറ്റിയുടെ പീസ് മടക്കിയിട്ടാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന എക്സ്ട്രാ പീസ് ഉണ്ടല്ലേ നെക്കിലേക്ക്, അത് ഓപ്പണായിട്ട് വേണം. ഓപ്പണായിട്ട് നമുക്ക് ഇതുപോലെ മാർക്കിംഗ് എടുക്കാനാണ്. അപ്പോൾ ഈ ലെന്തിൻ്റെ ഈ നെക്കിൻ്റെ ഈ സൈഡിൻ്റെ ലെന്ത് കട്ടിങ് ചെയ്ത നെക്കിൻ്റെ താഴേക്ക് ഈ അളവ് ഒരു 3.5 ഇഞ്ച് മതിയാവും. 3.5 ഇഞ്ച് ലെന്ത്, 3.5 ഇഞ്ച് അല്ലെങ്കിൽ അതിനേക്കാൾ കുറവും എടുക്കാം, ചെറുതായിട്ടും കൊടുക്കാം പറ്റ പോലെ. ഞാൻ 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ച് രണ്ട് സൈഡ് 3.5 ഇഞ്ച് താഴെയും മുകളിലും, പിന്നെ സൈഡിലും 3.5 ഇഞ്ച് തന്നെ ഉണ്ടായാൽ നന്നായിട്ട് ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ 3.5 ഇഞ്ച് സൈഡിൽ, 3.5 ഇഞ്ച് താഴെ, 3.5 ഇഞ്ച് മുകളിൽ എങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ ഈ റൗണ്ട് ഒന്ന് വരച്ചെടുക്കണം. റൗണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചെടുത്ത ശേഷം നൈറ്റി പീസിനെ ഓപ്പണായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തു. ഇനി ഞങ്ങൾ ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡറിൻ്റെ കട്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ മാർക്കിലേക്ക് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാം. കറക്റ്റ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് ഇതുപോലെ വെച്ച് ബീഡ്സ് പിന്ന് കുത്തി കൊടുക്കാം. ഞാനിപ്പോൾ കുത്തി കൊടുത്തിട്ടില്ല, നിങ്ങൾ ബീഡ്സ് പിന്ന് കുത്തി കൊടുക്കാം. കുറച്ച് നിങ്ങൾ ഓപ്പോസിറ്റായിട്ടുള്ള കളർ എടുത്തത്, ഞാൻ കുറച്ച് ഇത് സെയിം പീസാണ്, ക്രേപ്പ് തന്നെയാണ് എടുത്തത്. നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ ഫസ്റ്റ് തയ്ക്കുന്നവരാണെങ്കിൽ അവർ എന്ത് ചെയ്യണം, കുറച്ച് കട്ടിയുള്ള പീസാണ് എടുക്കേണ്ടത്. അപ്പോൾ കട്ടിയുള്ള പീസാണെങ്കിൽ നന്നായിട്ട് വരും. ഇനി ഈ സൈഡും ഷോൾഡർ മാർക്കിങ് ചെയ്ത് വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ തുണിയിലേക്ക് നമ്മൾ ഒരു അളവ് മാർക്ക് ചെയ്യുക. 3.5 ഇഞ്ച് നമ്മൾ അളവിന് നോക്കിയത്, ആ 3.5 ഇഞ്ച് നമ്മുടെ റൗണ്ടിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നെക്കിൻ്റെ റൗണ്ട്, അവിടെ 4 സൈഡും 3.5 ഇഞ്ച് തന്നെ വരുന്ന പോലെ മാർക്ക് ചെയ്തിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്യാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് പീസ് മാറ്റി വെക്കുന്നത്. നാല് സൈഡും 4 മടക്ക് കറക്റ്റ് ലെവലായിട്ട് സ്ക്വയർ മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അതിനെ മടക്കിയിട്ട് എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് മടക്കിയിട്ട് എടുക്കാം. കറക്റ്റ് ലെവല് മടക്കണം. നമ്മുടെ നെക്കിൻ്റെ ആ ലെവലുണ്ടല്ലേ, അത് ഒരേ സൈഡ്, ബാക്കും ഫ്രണ്ടും രണ്ട് സൈഡ്, അടിഭാഗം മുകൾ ഭാഗം ഒരേപോലെ വേണം. വരച്ചത്, ആ ഡിസൈൻ വരച്ചത് ഒരേപോലെ വേണം നെക്ക് ഡിസൈന്. പിന്നെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് അളവ് നോക്കണം. 3.5 ഇഞ്ച് നെക്കിൻ്റെ വീതി നമ്മൾ എത്രയാണ് മാക്സിയിൽ എടുത്തത്, അതേ നെക്കിൻ്റെ വീതിയാണ് നമ്മൾ ഈ തുണിയിലും എടുക്കുന്നത്. നെക്കിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾഡറിൻ്റെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ വരച്ച് കൊടുത്തിട്ട്, അതേ വരയിൽ വരച്ച് കൊടുത്ത് പിന്നെ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യണം. നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ 3.5 ഇഞ്ചിൻ്റെ മാർക്ക് കൊടുക്കുന്നത് കട്ട് ചെയ്യാൻ. ഇനി രണ്ട് സൈഡും സെയിം ആയിട്ട് ഉണ്ടോയെന്ന് നോക്കിയിട്ട് കറക്റ്റ് ലെവൽ വെച്ച് അതിലേക്ക് സെൻറ്ററായിട്ടൊരു ലൈന് വരച്ച് കൊടുക്കണം. പറഞ്ഞാൽ നമ്മൾ കഫ്താൻ മാക്സിയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാനാണ്. അതിൻ്റെ ശേഷം ഈ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. റൗണ്ട് ഷേപ്പ് കർവ് സ്കെയിലെടുത്ത് നമ്മൾ 3.5 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ, അതിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. കർവ് സ്കെയിൽ പിടിച്ച്
ഇതുപോലെ എന്താ ഷേപ്പിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. റൗണ്ട് ഷേപ്പ് അല്ലെങ്കിലും സ്ക്വയർ ആയിട്ടും കൊടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ടും കൊടുക്കാം. ഡയമണ്ട് പോലെ ഷേപ്പിലും കൊടുക്കാം. ഇതുപോലെ വരയ്ക്കുമ്പോൾ ബാക്കിൽ സ്ക്വയർ